ഹായ് ഓൾ, ഇന്ന് GM കാർസ് നിങ്ങൾക്ക് മുമ്പ് വന്നിട്ടുള്ളത് 2005 മോഡൽ LXI വേരിയൻറ്റിൽ വരുന്ന ഒരു വാഗനാറായിട്ടാണ്. നിലവിൽ പുതിയ പേപ്പേഴ്സ് കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ പെയിൻറ്റ് നിങ്ങൾക്ക് നോക്കുമ്പോഴാണെന്നുണ്ടെങ്കിലും കാണാൻ പറ്റും, ചെറിയ ടച്ചപ്പ് വർക്ക് മാത്രമേ കസ്റ്റമർ ചെയ്തിട്ടുള്ളൂ. കാരണം അത് 90% അത് കമ്പനി പെയിൻറ്റ് തന്നെ ക്വാളിറ്റിയിൽ നിലനിർത്താൻ വേണ്ടിയിട്ടാണ്. അത് നിങ്ങൾക്ക് ഈ വാഹനം ഈ വീഡിയോയിലൂടെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. നിലവിൽ KL 08 തൃശ്ശൂർ രജിസ്ട്രേഷനിലാണ് വാഹനം ഇപ്പോൾ നിൽക്കുന്നത്. സെക്കൻഡ് ഓണർഷിപ്പിലാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഇതിൻ്റെ സൈഡ് വശം നോക്കാമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ തന്നെയാണ്. ഇൻറ്റീരിയർ ചെറിയ എന്താ പറയുക, സീറ്റിൻ്റെ ഭാഗമൊക്കെ നമ്മൾ നോക്കാമെന്നുണ്ടെങ്കിൽ ചെറിയ അപാകതകളൊക്കെ ഉണ്ട്. പിന്നെ ഇത്ര വർഷമായ വണ്ടിയാണല്ലോ. പക്ഷെ നിങ്ങൾ ഈ സൈഡ് ബീഡിങ്സും കാര്യങ്ങളും എല്ലാം നോക്കാമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന വാഹനം തന്നെയാണിത്. പിന്നെ നിലവിൽ നമ്മൾ ഗ്ലാസ് കാര്യങ്ങളെല്ലാം നോക്കാമെന്നുണ്ടെങ്കിൽ 2005 തന്നെയാണ്. റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങൾ ഒന്നും തന്നെ നമുക്ക് ഈ വാഹനത്തിന് എടുത്തു പറയാനായിട്ട് വരുന്നില്ല. അതുപോലെ തന്നെ ഇനി നമുക്ക് അതിൻ്റെ ടയേഴ്സ് നോക്കാമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 60%, 50-65% ടയേഴ്സും നമുക്ക് അവൈലബിൾ ആണ് ഈ വാഹനത്തിന്. പിന്നെ നമുക്കിതിൻ്റെ ബാക്ക് സൈഡിലേക്ക് നോക്കാമെന്ന് നമുക്ക് കാണാൻ പറ്റും. അതായത് അത്യാവശ്യം നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ തന്നെയാണ്. ഇത് നമ്മൾ വാഷോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. എങ്ങനെയാണോ വാഹനം ആ ഒരു രീതിയിൽ തന്നെയാണ് നമ്മൾ നിങ്ങൾക്ക് മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. പിന്നെ ഉൾഭാഗങ്ങൾക്ക് നോക്കാമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഡിക്കി ഭാഗമൊക്കെ നോക്കാമെന്നുണ്ടെങ്കിൽ സ്റ്റെപ്പിനെ ആണെങ്കിലും അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത സ്റ്റെപ്പിന് തന്നെയാണ്. കണ്ടില്ലേ, ഇത്ര വർഷമായിട്ടും ഇതൊന്നും റീപെയിൻറ്റോ കാര്യങ്ങളൊന്നും അങ്ങനെ വല്ലാതെ ചെയ്തിട്ടില്ല. ഇപ്പോൾ പാച്ചോ കാര്യങ്ങളോ നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ഇതിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുനടക്കുന്ന വാഹനം തന്നെയാണ്. പിന്നെ ഇപ്പോൾ ഇതിൻ്റെ ഈ ഒരു വശത്തേക്ക് നോക്കാമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ നോക്കാമെന്നുണ്ടെങ്കിൽ 2005 തന്നെയാണ്. റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഈ വശങ്ങളിലേക്ക് നോക്കുമ്പോഴും നമുക്കിവിടെ എടുത്തു പറയാനായിട്ടൊന്നും വരുന്നില്ല. ഡോർ ബീഡിങ്സ് ആണെങ്കിൽ തന്നെ അത്യാവശ്യം നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇതിൻ്റെ ഇൻറ്റീരിയറിലേക്ക് വരാമെന്നുണ്ടെങ്കിൽ നമുക്കൊരു സോണിയുടെ മ്യൂസിക് സിസ്റ്റം ഈ വാഹനത്തിന് വരുന്നുണ്ട്. സബ് വൂഫറും കാര്യങ്ങളൊന്നുമല്ല, എന്നാലും അത്യാവശ്യം ചെറിയ ഫാമിലിക്ക് പാട്ടൊക്കെ കേട്ട് പോകാൻ പറ്റിയിട്ടുള്ളൊരു മ്യൂസിക് സിസ്റ്റം ഈ വാഹനത്തിന് വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് എടുത്ത് പറയാൻ പറ്റുന്നത്, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ എൻജിൻ റൂം ഒന്ന് കാണാം. ഈ ഒരു വശത്താണ് എൻജിൻ ഓപ്പൺ ചെയ്യുന്നത്. ഞാനിത് അറിയാത്ത ആൾക്കാരുണ്ടാവും, അപ്പോൾ അവരൊന്ന് കണ്ട് മനസ്സിലാക്കിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ്. ഇതിൻ്റെ എൻജിൻ റൂമിൻ്റെ എനിക്ക് വരാമെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ല. ഈ ഒരു വശങ്ങളിലൊക്കെ ചെറിയൊരു ഇതുണ്ടെന്നല്ലാതെ കണ്ടോ ഉപയോഗിക്കാണ്ട് കിടക്കുകയാണ്. അതുകൊണ്ടാണ്. അപ്പോൾ പുതിയ ടെസ്റ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ എൻജിൻ റൂമിൽ നമ്മൾ ഈ ഒരു പേസ്റ്റിങ് കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ കമ്പനി പേസ്റ്റിംഗ് ഒക്കെ തന്നെയാണ്. വാഹനത്തിന് വേറെ എന്താ പറയുക, ആക്സിഡൻറ്റ് രജിസ്റ്ററിയോ അല്ലെങ്കിൽ തന്നെ എന്താ പറയുക റീപാക്കിങ് ചെയ്യലോ, അതായത് പേസ്റ്റിങ് പൊട്ടിക്കലോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും തന്നെ ഈ വാഹനത്തിനില്ല. കണ്ട, അപ്പോൾ ഇതാണ് ഈ വാഹനത്തിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ നിങ്ങൾക്ക് ഇപ്പോൾ അത്യാവശ്യത്തിന് എല്ലാ എന്താ പറയുക ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഇനി നിങ്ങൾ ഈ വാഹനം എന്തായാലും നിങ്ങൾക്ക് അറിയുന്ന ഏതെങ്കിലും മെക്കാനിക്കുമായിട്ട് വന്നിട്ട് നിങ്ങൾക്ക് ഈ വാഹനം ചെക്ക് ചെയ്ത് എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നിലവിൽ ഈ വാഹനം വരുന്നത് തൃശ്ശൂർ ജില്ലയിൽ തൃപ്രയാറാണ്. GM കാർസ് ആൻഡ് ബൈക്സ് എന്നാണ് നമ്മുടെ ഒരു കൺസൾട്ടൻസിയുടെ പേര് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വാഹനവുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസിന് നമ്മൾ ഈ താഴെ കൊടുത്തിട്ടുള്ള നമ്പറുമായി ബന്ധപ്പെടാം. ഈ വാഹനത്തിന് ഇപ്പോൾ നമ്മൾ നിലവിൽ ഉദ്ദേശിച്ചിട്ടുള്ള പ്രൈസ് എന്ന് പറയുന്നത് 75,000 രൂപയാണ്. ചെറിയ രീതിയിലെല്ലാം നെഗോഷ്യബിളാണ്. പിന്നെ ഇതിൽ എടുത്ത് പറയാൻ എനിക്ക് തോന്നിയിട്ടുള്ളത് AC-യുടെ ചെറിയൊരു കൂളിങ്ങിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ട്. പിന്നെ ഒരു ചെറിയൊരു സൗണ്ടും ഉണ്ട്. അത് ഞാനിവിടെ നമ്മൾക്ക് പരിചയമുള്ള മെക്കാനിക്കായിട്ട് ബന്ധപ്പെട്ടപ്പോൾ നമുക്ക് ഏകദേശം ഈ പറഞ്ഞ ഒരു 5,000, 4,000 ആ റേഞ്ചിൽ റെഡിയാക്കാമെന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി എന്തായാലും നിങ്ങളുടെ അടുത്ത് ആയിട്ടുള്ള ഏതെങ്കിലും മെക്കാനിക്കോ അങ്ങനെ ആരെങ്കിലും ആയിട്ട് വന്നിട്ട് നോക്കിയിട്ട് നമുക്ക് സംസാരിച്ച് എന്തെങ്കിലും ചെറിയ അതിൻ്റെതായ അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തു തരാവുന്നതാണ്. അപ്പോൾ നിലവിൽ ഇതുപോലുള്ള നല്ല നല്ല വാഹനങ്ങളായി വീണ്ടും വരുന്നതാണ്. മറ്റൊരു വീഡിയോ കാണുന്നതായിരിക്കും. താങ്ക് യു.